നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഗോവ മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. മണിക്കൂറുകളോളം നീണ്ട നാടകീയതയ്ക്കൊടുവിൽ പുലർച്ചെ 2 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിയെ കൂടാതെ 11 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. അർദ്ധരാത്രി 12 മണിക്കാണ് ബി.ജെ.പി. നേതാക്കൾ ഭൂരിപക്ഷം ഉന്നയിച്ച് ഗവർണറുടെ വസതിയിലെത്തിയത്. തുടർന്ന് 2 മണിയോടെ നടന്ന ചടങ്ങിൽ മുൻ സ്പീക്കർ പ്രമോദ് സാവന്ത് പുതിയ ഗോവ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. डॉक्टर प्रमोद पांडुरंग सावंत देवाचो सपूत घेता की कायद्या करवी स्थापीत जाल्ल्या अशा भारतीय संविधाना विशीं हांव खरेली श्रद्धा आनी निष्ठा बाळगितलो. സഖ്യകക്ഷികളായ മഹാരാഷ്ട്രവാദി ഗോമാതക് പാർട്ടിയിൽ നിന്നും ഗോവ ഫോർവേഡ് പാർട്ടിയിൽ നിന്നും ഓരോ ഉപമുഖ്യമന്ത്രിമാരടക്കം 11 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരിക്കർ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അതിവേഗത്തിൽ പരിഹാരം കാണുകയായിരുന്നു ബി.ജെ.പി. 40 സീറ്റുള്ള ഗോവയിൽ 14 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയായിരുന്നു ബി.ജെ.പിയുടെ ചടുല നീക്കം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ബി.ജെ.പിയുടെ അതിവേഗ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതേസമയം ബി.ജെ.പിയെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിച്ച ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയതലത്തിൽ തന്നെ പ്രതിഫലിക്കാമായിരുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ബി.ജെ.പി. നേതാക്കൾ കൃത്യമായ ഗെയിം പ്ലാനിലൂടെ ഗോവയിൽ മറികടന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ പനജിയിൽ പറന്നിറങ്ങിയ നിതിൻ ഗഡ്കരിയും അമിത്ഷായും പരീക്കറിന് ശേഷവും ഗോവയിലെ ഭരണം താമര കൈകളിൽ പിടിച്ചു നിർത്തി. ഇതൊന്നും കാര്യമാക്കാതെ കർണാടകയിൽ പ്രചാരണ തിരക്കിലായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. അർദ്ധരാത്രിയിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ കോൺഗ്രസിനേറ്റത് വലിയ തിരിച്ചടി തന്നെ. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും പിടിച്ചെടുക്കാമായിരുന്ന അധികാരം അർദ്ധരാത്രിയിൽ കൈവിട്ടുപോയി. കോൺഗ്രസിനെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കാതിരുന്ന ഗവർണർ മൃദുല സിൻഹയുടെ നടപടിയാണ് തെരഞ്ഞെടുപ്പ് തിരക്കിലും ദേശീയ രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്യുക. ഗോവയിൽ നടന്നത് ജനാധിപത്യത്തിന് യോജിച്ചതോ? നാല് സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വടകര സീറ്റിൽ പ്രവീൺ കുമാർ, സജീവ് മറോളി എന്നീ പേരുകളാണ് പരിഗണിക്കുന്നത്. സീറ്റ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുക്കും. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, ആശങ്കകൾക്കെല്ലാം വിരാമമിട്ട് ഇന്ന് തന്നെ ബാക്കി 4 സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനമുണ്ടാകുമോ? എന്താണ് വിവരങ്ങൾ? 4 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വടകര സീറ്റിൽ പ്രവീൺ കുമാർ, സജീവ് മറോളി എന്നീ പേരുകളാണ് നേതൃത്വം പരിഗണിക്കുന്നത്. സീറ്റ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മത്സരിക്കാൻ താൽപര്യമില്ല എന്ന് അദ്ദേഹം വീണ്ടും നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. 4 സീറ്റുകളിൽ അവ്യക്തത തുടരുന്ന ആശങ്കകളും അവ്യക്തതയും തുടരുന്ന 4 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ. ഉണ്ണി ചേരുകയാണ്. ഉണ്ണി, വിവരങ്ങൾ. ദിവ്യ, കേരളത്തിലെ അവശേഷിക്കുന്ന 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇന്നലെ രാത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്നും തിരിച്ചെത്താൻ വൈകിയത് കാരണം തീരുമാനം വന്നിരുന്നില്ല. ഇന്നലെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴും അതിൽ കേരളം ഉൾപ്പെട്ടതുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടികയാണ് വന്നിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് മുമ്പോ ആയി ഈ പട്ടിക വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആറ്റിങ്ങൽ, ആലപ്പുഴ, വയനാട്, വടകര സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇനി അവശേഷിക്കുന്നത്. അതിൽ വടകര ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്നലെ തന്നെ വടകരയിൽ ഉമ്മൻചാണ്ടിയുടെ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് ടി.സിദ്ദിഖിന് സീറ്റ് നൽകാൻ ധാരണയായിരുന്നു. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകൾക്ക് തന്നെയാണ് മുൻതൂക്കം ഉള്ളത്. ടി.സിദ്ദിഖിന്റെ പേരിലും വലിയ മുൻതൂക്കമുണ്ടെങ്കിലും ഹൈക്കമാൻഡിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതേസമയം വടകരയിൽ മത്സരിക്കാനായി പ്രവീൺ കുമാറിന്റെയും സജീവ് മാറോളിയുടെയും പേരുകളാണ് നൽകിയിരുന്നത്. ഏറ്റവും ഒടുവിൽ സതീശൻ പാച്ചിനിയെ മത്സരിപ്പിക്കുന്നതിനായുള്ള നീക്കങ്ങൾ വളരെ ശക്തമായിരുന്നു. വി.എം. സുധീരന്റെ നേതൃത്വത്തിൽ സതീശൻ പാച്ചിനിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടന്നിരുന്നത്. വി.എം. സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയതായുള്ള സൂചനകളുമുണ്ട്. ഏതായാലും സതീശൻ പാച്ചിനി ഒടുവിൽ പട്ടികയിൽ ഇടം നേടുമോ എന്ന കാര്യവും അറിയാനിരിക്കുന്നു. ഇത് സംബന്ധിച്ച് മുല്ലപ്പള്ളിക്ക് മേൽ വലിയ സമ്മർദ്ദം തന്നെ ശക്തമായിരുന്നു മത്സരിക്കുന്നതിനായി. കാരണം വടകര മണ്ഡലത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം ശക്തമായി. പാർട്ടിക്കകത്തു നിന്നും സമീപത്തുള്ള UDF സ്ഥാനാർത്ഥികളിൽ നിന്നുമൊക്കെ കരുത്തരായ സ്ഥാനാർത്ഥി വടകരയിൽ വരണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടു. മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന ആവശ്യം
വന്നെങ്കിലും അദ്ദേഹം ഹൈക്കമാൻഡിനോട് അറിയിച്ചിരിക്കുന്നത് താൻ മത്സര രംഗത്തേക്കില്ല എന്ന മുൻ നിലപാട് തന്നെയാണ്. ഇന്നലെയും ഉണ്ടായില്ല ആ 4 സീറ്റിലും സമവായം. തീരുമാനമെടുക്കേണ്ടവരും സ്ഥാനാർത്ഥി മോഹികളുമെല്ലാം ഡൽഹിയിലെ AICC ഓഫീസിലും കേരള ഹൌസിലുമൊക്കെ കറങ്ങി നടപ്പാണ്. മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഒടുവിൽ സീറ്റില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തി. ഗ്രൂപ്പ് പേരിൽ ഉമ്മൻചാണ്ടി പിടിച്ച ഇടത്ത് തന്നെ വയനാട് ഒതുങ്ങി. ടി സിദ്ദിഖ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. വടകരയാണ് ഇനി കയ്യിൽ ഒതുങ്ങാത്തത്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രസ്റ്റീജ് മണ്ഡലമാണ് വടകര. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്ന് വലിയൊരു വിഭാഗത്തിന്റെ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കുക എന്നത് തന്നെ നിർണായകമാകും. LDF സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ വലിയ രീതിയിൽ മുന്നിലെത്തിയിട്ടും ഈ 4 സീറ്റിൽ തുടരുന്ന അനിശ്ചിതത്വം കോൺഗ്രസ് അണികളെ കുറച്ചൊന്നുമല്ല അതൃപ്തിയിലാക്കിയിരിക്കുന്നത്. ഇന്നെങ്കിലും ഉണ്ടാകുമോ ആ 4ലെ തീരുമാനം എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളവും കോൺഗ്രസ് അണികളും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തമ്മിലടിയെ വിമർശിച്ച VM സുധീരനെതിരെ MLA AP അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒറ്റ രാത്രി കൊണ്ട് പാച്ചേനിയെ ഗ്രൂപ്പ് മാറ്റിയ സുധീരൻ ഗ്രൂപ്പ് മുതലാളിമാരെ വിമർശിക്കേണ്ടെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ കുറിപ്പ്. സതീശൻ പാച്ചേനിയെ മുൻപ് DCC പ്രസിഡന്റാക്കാൻ സുധീരന്റെ ഗ്രൂപ്പിലേക്ക് മാറ്റിയ ചരിത്രം ഓർമ്മിപ്പിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. പോസ്റ്റ് അനവസരത്തിലുള്ളതാണെന്നും പിൻവലിക്കുന്നതാണ് നല്ലതെന്നും പോസ്റ്റിന് VT ബൽറാം കമന്റ് ചെയ്തു. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും. സംസ്ഥാനം നൽകിയ പട്ടികയിൽ K സുരേന്ദ്രന്റെ പേര് ആറ്റിങ്ങലിലും ശ്രീധരൻപിള്ളയുടെ പേര് പത്തനംതിട്ടയിലുമാണുള്ളത്. അൽഫോൺസ് കണ്ണന്താനം കൊല്ലത്തും ടോം വടക്കൻ എറണാകുളത്തും എന്നിങ്ങനെയാണ് പട്ടിക. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടികയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അസംതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, സംസ്ഥാന നേതൃത്വത്തിനകത്ത് പാർട്ടിക്കുള്ളിൽ അണികൾക്കിടയിൽ തന്നെ അസംതൃപ്തിയുള്ള പട്ടികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായി, ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമോ? BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അനിശ്ചിതത്വം ഇന്ന് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. BJPയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുവാനാണ് സാധ്യത. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്നായിരുന്നു ഇന്നലെ നടക്കേണ്ടിയിരുന്ന ദേശീയ സമിതി യോഗം റദ്ദാക്കിയത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപം നൽകുകയും അത് ദേശീയ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ സംസ്ഥാന നേതൃത്വം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പട്ടികയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പത്തനംതിട്ടയിൽ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് മത്സരിക്കുന്നത്. ആറ്റിങ്ങലിൽ ആണ് ജനറൽ സെക്രട്ടറി K സുരേന്ദ്രന്റെ പേര് പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ പത്തനംതിട്ടയിലോ തൃശൂരിലോ മാത്രം മത്സരിക്കുക എന്ന താല്പര്യമാണ് K സുരേന്ദ്രനുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമായി മാറുമെന്നും അവിടെ BJPയുടെ തന്നെ ഒരു മുഖമായി മാറിയിട്ടുള്ളത് K സുരേന്ദ്രനാണ് എന്നുമാണ് BJPയുടെ വിലയിരുത്തൽ. അണികൾക്ക് ഉൾപ്പെടെ വലിയ ആവേശം നിൽക്കുന്ന നേതാവാണ് K സുരേന്ദ്രൻ. സുരേന്ദ്രനെ പോലെ ഒരാളെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കുന്നതിനോട് BJP പ്രവർത്തകർക്ക് പോലും വിയോജിപ്പ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കൊല്ലത്ത് അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്ന മുൻ കോൺഗ്രസ് അനുഭാവിയായ KS രാധാകൃഷ്ണന്റെയും പേരാണുള്ളത്. എറണാകുളത്തെ ടോം വടക്കനെ പരിഗണിക്കുമ്പോൾ ചാലക്കുടിയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം സാമുദായികമായ ചില മുൻതൂക്കം ടോം വടക്കന് ചാലക്കുടിയിൽ ലഭിച്ചേക്കാമെന്ന നിരീക്ഷണമുണ്ട്. പക്ഷേ ചാലക്കുടിയിൽ ഇപ്പോൾ AN രാധാകൃഷ്ണനെ തന്നെയാണ് പരിഗണിക്കുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ പേര് ഉൾപ്പെടെ കേട്ടിരുന്നുവെങ്കിലും C കൃഷ്ണകുമാറാണ് ഏറ്റവും ഒടുവിൽ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. പൊന്നാനിയിൽ VT രമ, മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കോഴിക്കോട് KP ശ്രീശൻ, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് VK പ്രകാശ് ബാബു എന്നിങ്ങനെ 14 BJP സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് നൽകിയിട്ടുള്ളത്. എങ്കിലും അമിത്ഷാ ഉൾപ്പെടുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി ഈ പട്ടികയിൽ ഏത് തരത്തിലുള്ള മാറ്റവും വരുത്താം, അത് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അന്തിമ പട്ടിക BJP ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമായിരിക്കും കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ആര് എന്നത് സംബന്ധിച്ചതും വ്യക്തമാവുകയുള്ളൂ. ശരി അഭിലാഷ്. കോൺഗ്രസിന്റെ 4 സീറ്റിലാണ് അനിശ്ചിതത്വമെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDAയുടെ 15 സ്ഥാനാർത്ഥികളിൽ തട്ടി നിൽക്കുകയാണ്. BDJSന് തൃശൂർ അടക്കം 5 സീറ്റുകൾ കൊടുത്തതോടെ പല BJPക്കാർക്കും മത്സരിക്കാൻ ഇടമില്ലാതായി. എന്നിട്ടും നേതാക്കൾ വീതം വെച്ചുണ്ടാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തി.
കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും പുതിയതായി പാർട്ടിയിലേക്ക് വന്ന ടോം വടക്കനും കെ.എസ്. രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികളാകാമെന്ന് നേതൃത്വം വാശി പിടിച്ചതോടെ എല്ലാം വീണ്ടും പ്രതിസന്ധിയിലായെന്നാണ് വിവരം. അവരവർക്ക് ഇഷ്ടമുള്ള സീറ്റുകളിൽ മത്സരിക്കുകയെന്നതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്നാണ് നേതാക്കൾക്ക് നേതൃത്വം നൽകുന്ന സന്ദേശം. പക്ഷേ ഇത് വലിയ രീതിയിൽ പാർട്ടി അണികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, അസംതൃപ്തിക്കും വഴിവെച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ബി.ജെ.പി. കേരളത്തിൽ നേരിടാനിരിക്കുന്ന പ്രശ്നം. ബി.ജെ.പിയിലെ അതൃപ്തി വോട്ടിനെ ബാധിക്കുമോ? ബി.ജെ.പിയിലെ സ്ഥാനാർത്ഥി പട്ടിക കുഴഞ്ഞുമറിഞ്ഞ നിലയിലാണ്. സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച ഏറ്റവും പുതിയ പട്ടികയിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുമുണ്ട്. ബി.ജെ.പിയിലെ അതൃപ്തി വോട്ടിനെ ബാധിക്കുമോ? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. SDPIയെ തള്ളിപ്പറഞ്ഞ് ലീഗ് പാർട്ടി അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. തീവ്രവാദ സംഘടനകളുടെ വോട്ട് ലീഗിന് വേണ്ടെന്ന് തങ്ങൾ പറഞ്ഞു. UDFന്റെ പൊന്നാനി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖദറിട്ട് വന്ന് കോൺഗ്രസുകാരെ കബളിപ്പിക്കാൻ വരുന്നവർക്ക് തിരിച്ചടി നൽകണമെന്ന് ചെന്നിത്തലയും പറഞ്ഞു. SDPIയെ പേരെടുത്ത് പറയാതെയായിരുന്നു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിമർശനം. ഒരിക്കലും തന്നെ എന്ത് പറഞ്ഞാലും അവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അവരുടെ ഏത് വോട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതില്ല എന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദില്ലിയിൽ നിന്നും നേരിട്ട് കൺവെൻഷൻ വേദിയിലേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല BJPക്കും CPMനുമെതിരെ നിശ്ചിത വിമർശനം നടത്തി. പ്രസംഗത്തിനൊടുവിൽ കോൺഗ്രസുകാർ PV അൻവറിന്റെ വലയിൽ വീഴരുതെന്നും ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഖദറിട്ടുകൊണ്ട് കോൺഗ്രസുകാരെ കബളിപ്പിക്കാൻ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. എല്ലാ കോൺഗ്രസുകാരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ET മുഹമ്മദ് ബഷീറിന് 2009 മികച്ച ഭൂരിപക്ഷം നൽകണമെന്ന് കുഞ്ഞാലിക്കുട്ടി. ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തോ 1.5 ലക്ഷോ ആയാൽ അതിൽ അത്ഭുതമില്ല. ETയും കുഞ്ഞാലിക്കുട്ടിയും SDPI നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആര്യാടൻ മുഹമ്മദ് വിശദീകരിച്ചത് ഇങ്ങനെ. കുഞ്ഞാലിക്കുട്ടിയും ബഷീറും മൂത്രയിക്കാൻ ആ സമയത്ത് 2-3 ആള് വരുന്നുണ്ട്. ഒന്ന് SDPIന്റെ പ്രസിഡന്റ്, അയാൾ ബഷീറിന്റെ അടുത്ത വീട്ടുകാരനാണ്. അയാൾ അവിടെ വെച്ച് കണ്ടു. എന്നിട്ട് പറഞ്ഞത് എന്താ അറിയോ, അവരുമായി ചർച്ച ചെയ്യുന്നോ എന്ന്. ഇടപ്പാളിലേക്ക് കൺവെൻഷൻ എത്തിച്ചേർന്ന 10,000 ET മുഹമ്മദ് ബഷീറിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ്. ന്യൂസ് 18 മലപ്പുറം. കോണി കണ്ടാൽ മലപ്പുറം കണ്ണും പൂട്ടി വോട്ട് കുത്തുമെന്നായിരുന്നു കുറച്ചുകാലം മുൻപ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. മുസ്ലിം ലീഗിന്റെ ധൈര്യവും ഇത് തന്നെയായിരുന്നു. പക്ഷേ കാലം മാറി, കാലാവസ്ഥയും. പഴയ മഞ്ചേരി മണ്ഡലം ഒരിക്കൽ അടിതെറ്റി ഇടത്തോട്ടു ചാഞ്ഞു. കഴിഞ്ഞ തവണ പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിനെതിരെ വി അബ്ദുറഹ്മാൻ ഉയർത്തിയത് വമ്പൻ വെല്ലുവിളി. ലീഗ് കോട്ടകൾക്കൊന്നും ഉലച്ചിലുണ്ടായിട്ടില്ല. പക്ഷേ വോട്ട് വീഴുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങളുണ്ടായോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ട നില. SDPIയെ അകറ്റി നിർത്തുകയാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത നിലപാട്. ഇക്കുറി വോട്ടുകാലം വന്നപ്പോൾ SDPI നേതാക്കളുമായി ചർച്ച നടത്തിയത് അതുകൊണ്ടുതന്നെ വലിയ വിവാദമാണ് വരുത്തിവെച്ചത്. ഇന്നലെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി തങ്ങൾ തന്നെ എത്തി. തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞു. ഇതിലൂടെ ലീഗ് താൽക്കാലികമായെങ്കിലും ഉണ്ടായ പ്രതികൂല സാഹചര്യം മറികടന്നോ എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ശബരിമലയിലെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തരെ മരക്കൂട്ടത്ത് തടഞ്ഞു നിർത്തി ആക്രമിച്ചതായി പരാതി. കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ സംഘം പോലീസിൽ പരാതി നൽകി. സ്ത്രീകളെ തടഞ്ഞു നിർത്തി തിരിച്ചറിയൽ രേഖ ചോദിച്ച് നൽകാത്തതിനാണ് മർദ്ദിച്ചതെന്ന് പരാതിക്കാർ പറഞ്ഞു. പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ കർമ്മസമിതി പ്രവർത്തകർ മരക്കൂട്ടത്ത് തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പ്രായം 50 കഴിഞ്ഞെന്ന് സ്ത്രീകൾ അറിയിച്ചെങ്കിലും തിരിച്ചറിയൽ രേഖ കാണിച്ചാലേ കടത്തിവിടുവെന്ന് കർമ്മസമിതി പ്രവർത്തകർ പറഞ്ഞു. രേഖകൾ പോലീസിനെ മാത്രമേ കാണിക്കൂ എന്ന് തീർത്ഥാടക സംഘം നിലപാടെടുത്തതോടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. 2 സ്ത്രീകളെ അടക്കം മർദ്ദിച്ചെന്നാണ് പരാതി. പോലീസും കർമ്മസമിതി പ്രവർത്തകർ തമ്മിലും സംഘർഷമുണ്ടായി. കണ്ടാലറിയുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നും പരിക്കുപറ്റിയ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിസമ്മതിച്ചെന്നും കർമ്മസമിതി പ്രവർത്തകർ ആരോപിച്ചു. ന്യൂസ് 18 സന്നിധാനം.
സഭാതർക്കം പരിഹരിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയുടെ മധ്യസ്ഥ ചർച്ച ഇന്ന്. ഓർത്തഡോക്സ് സഭ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കും. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ചർച്ചയുടെ ആവശ്യമില്ലെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. യാക്കോബായ സഭ പങ്കെടുക്കും. എക്കാലത്തും സർക്കാരിന് തലവേദനയായ സഭാതർക്കം രമ്യമായി പരിഹരിക്കാനാണ് ശ്രമം. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇരു സഭകളെയും പിണക്കാതെ എങ്ങനെ പ്രശ്നപരിഹാരമുണ്ടാക്കാം എന്നതാണ് വെല്ലുവിളി. ഓർത്തഡോക്സ് യാക്കോബായ സഭകളുമായും മലങ്കര സഭാ സമാധാന സമിതിയുമായും ചർച്ച നടത്താനാണ് സർക്കാർ തീരുമാനം. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. സുപ്രീംകോടതി തീർപ്പാക്കിയ വിഷയത്തിൽ സമവായ ചർച്ചയ്ക്ക് സർക്കാരിന് എന്തവകാശമെന്ന് ഓർത്തഡോക്സ് സഭ ചോദിക്കുന്നു. വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ഉറക്കം നടിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. സർക്കാരിന്റെ സമവായ ശ്രമങ്ങളുമായി സഹകരിക്കുമെന്ന് യാക്കോബായ സഭ അറിയിച്ചിട്ടുണ്ട്. ഇ.പി. ജയരാജൻ അധ്യക്ഷനായ ഉപസമിതിയിൽ ഇ. ചന്ദ്രശേഖരൻ, കെ. കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ അംഗങ്ങളാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സിറോ മലബാർ സഭ മുൻ മുഖ്യ വക്താവ് ഫാദർ പോൾ തേലക്കാടിനെതിരായ വ്യാജരേഖ കേസിൽ മാധ്യമവാർത്തകൾ തെറ്റാണെന്ന് സിറോ മലബാർ സഭ. പരാതി ഫാദർ പോൾ തേലക്കാടിനെതിരെ അല്ലെന്നും കർദിനാളിനെതിരെ വ്യാജ ബാങ്ക് രേഖ ചമർച്ചവർക്കെതിരെയാണെന്നും സഭ വ്യക്തമാക്കി. തേലക്കാടിനെതിരെ പരാതി നൽകിയെന്നത് തെറ്റാണെന്നും മാധ്യമ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ലോകവാർത്തകൾ കാണാം. നെതർലാൻഡ്സിൽ ട്രാംട്രെയിനിൽ നടന്ന വെടിവയ്പിൽ 3 പേർ മരിച്ചു. 9 പേർക്ക് പരിക്കുണ്ട്. അക്രമിയെന്ന് സംശയിക്കുന്ന തുർക്കി വംശജൻ ഗോക്മെൻ ടാനിസിനെ മണിക്കൂറുകൾക്കകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ആക്രമണത്തിന് പിന്നിലെ പ്രചോദനം വ്യക്തമായിട്ടില്ല. നെതർലാൻഡ്സിലെ യൂട്രേറ്റ് നഗരത്തിലെ ഓക്ടോബർ പ്ലെയിൻ 24 ജംഗ്ഷനിൽ ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ആക്രമണം. ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ട് സംഭവത്തിൽ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് പ്രതി നീരവ് മോദിക്കെതിരെ ലണ്ടൻ കോടതിയുടെ അറസ്റ്റ് വാറന്റ്. നീരവ് മോദിയെ അടുത്ത തിങ്കളാഴ്ച ഹാജരാക്കാനും കോടതി ഉത്തരവിട്ടു. ഇന്ത്യ പിടികൂടാൻ ശ്രമിക്കുന്ന വജ്രവ്യാപാരി കൂടിയായ നീരവ് ലണ്ടനിലെ തെരുവിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. സിബിഐയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സംഘങ്ങൾ ലണ്ടനിലേക്ക് തിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. വിഷമഘട്ടത്തിൽ സഹായവുമായി എത്തിയതിന് സഹോദരനും റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മുകേഷ് അംബാനിക്കും റിലയൻസ് ഫൌണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിക്കും നന്ദി പറഞ്ഞ് അനിൽ അംബാനി. കുടുംബ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന് ഇരുവരോടും അനിൽ അംബാനി നന്ദി പറഞ്ഞു. എറിക്സൺ കമ്പനിക്ക് പണം നൽകിയില്ലെങ്കിൽ അറസ്റ്റ് നേരിടണമെന്ന് സുപ്രീംകോടതി പറഞ്ഞിരുന്നു. മുകേഷ് അംബാനിയുടെ സഹായത്തോടെ പണമടച്ച റിലയൻസ് കമ്മ്യൂണിക്കേഷൻ മേധാവി അനിൽ അംബാനി അറസ്റ്റ് ഒഴിവാക്കുകയായിരുന്നു. പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി നിലവിൽ വന്നിട്ട് 113 വർഷം തികഞ്ഞു. 1906 സ്ഥാപിതമായ കമ്പനി ഇൻഷുറൻസ് മേഖലയിൽ മികച്ച വളർച്ച കൈവരിച്ചു. തെജീന്ദർ മുഖർജിയാണ് നിലവിൽ കമ്പനിയുടെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ. സുഹൃത്തിന്റെ വായ്പയ്ക്കായി ജാമ്യം നിന്നതിന്റെ പേരിൽ കിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ട കളമശ്ശേരി സ്വദേശിനി പ്രീത ഷാജി സ്വന്തം വീട്ടിലേക്ക്. കോടതി നിർദ്ദേശപ്രകാരമുള്ള പണമടച്ചതിനെ തുടർന്ന് വീടിന്റെ താക്കോൽ പ്രീതിക്ക് കൈമാറി. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വീട്ടിലേക്ക് പ്രവേശിക്കാനാണ് തീരുമാനം. 4 മാസത്തിനു ശേഷമാണ് പ്രീത ഷാജിയുടെയും കുടുംബത്തിന്റെയും സ്വന്തം വീട്ടിലേക്കുള്ള മടക്കം. സമരസമിതിയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളോടെ വീടിന്റെ വാതിൽ തുറന്നു. കോടതി നിർദ്ദേശപ്രകാരം അടയ്ക്കേണ്ട തുക സംഭാവനയായും വായ്പയായും കണ്ടെത്തി അടച്ചതോടെയാണ് വീട് വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. 4 മാസം വീടിനു സമീപത്തെ കാവൽപുരയിലായിരുന്നു താമസം. വീട് വൃത്തിയാക്കി ഞായറാഴ്ച താമസം തുടങ്ങാനാണ് തീരുമാനം. ബന്ധുക്കളും നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും ഞായറാഴ്ച ഒത്തുകൂടും. ജനങ്ങളുടെ ഒറ്റൊരു പരിശ്രമവും സഹായവും സർഫാസ് ജനക പ്രസ്ഥാനത്തിന്റെ വലിയൊരു വിജയം, നാട്ടുകാരുടെയും പാവപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ വിജയമാണത്. അതേസമയം കോടതി അലക്ഷ്യ കേസിൽ പ്രതിയായ പ്രീത ഷാജിയെ കൊണ്ട് സാമൂഹ്യ സേവനം ചെയ്യിപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ ആലോചന. സേവനം ഏത് തരത്തിലാകണം എന്നത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കും. വീട് ജപ്തി ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് കോടതി അലക്ഷ്യ കേസിൽ പ്രതിയായത്. ക്ഷമാപണം നടത്തിയെങ്കിലും കോടതി അംഗീകരിച്ചില്ല. പ്രീതയുടെ പ്രവൃത്തികൾ സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നതെന്ന് കോടതി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്.
സോഷ്യൽ മീഡിയ കാലത്തും തെരഞ്ഞെടുപ്പുകളിൽ ചുവരെഴുത്തിനെ മാറ്റി നിർത്താനാകില്ല. നവമാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് MP രാജേഷിന് വേണ്ടിയുള്ള ഒരു ചുവരെഴുത്താണ്. 4 ഭാഷകളിലാണ് പാലക്കാട് വിളയൂരിൽ ചുവരെഴുതിയിരിക്കുന്നത്. മലയാളം അറിയാത്തവർക്കും വേണ്ടേ തെരഞ്ഞെടുപ്പ് ചൂട്? ഇതാ പാലക്കാട് വിളയൂരിലേക്ക് പോകാം. ഇംഗ്ലീഷിലും തമിഴിലും അറബിയിലുമെല്ലാം ഇവിടെ ചുവരെഴുതിയിരിക്കുന്നു. ഒപ്പം മലയാളത്തിലും. കുപ്പൂത്ത് സ്വദേശി അഷ്റഫാണ് ഈ ചുവരെഴുത്തിന് പിന്നിൽ. ഇടതുപക്ഷത്തോടും MP രാജേഷിനോടുമുള്ള ആരാധന കൊണ്ടാണ് സ്വന്തം നിലയിലുള്ള ചുവരെഴുത്തെന്ന് അഷ്റഫ്. പാർലമെന്റിലേക്ക് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനപ്രതിനിധികൾ ചെല്ലുമ്പോൾ വിവിധ ഭാഷകൾ ഉണ്ടാകുന്നത് ഒരു നല്ലൊരു മുന്നേറ്റത്തിനും നല്ലൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാന്നുള്ളൊരു താല്പര്യത്തിൽ വെച്ചിട്ടാണ് ഈ വിവിധ ഭാഷകൾ ഉപയോഗിക്കാനുള്ള ഒരു കാരണം. തെരഞ്ഞെടുപ്പ് സമയമായാൽ വ്യത്യസ്തമായി ചുമരെഴുതാൻ അഷ്റഫ് എല്ലായിടത്തും എത്തുമെന്ന് പാർട്ടി പ്രവർത്തകരും. അഷ്റഫിന് ശേഷം ഈ രംഗത്ത് വിളയൂരിൽ വന്ന കുറേയേറെ സഖാക്കളായിട്ടുള്ള ചുമരെഴുത്തുകാരും ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാം അവരവരുടെ മേഖലകളിൽ ഉയർന്നു പോയി. അഷ്റഫും ആ നിലയിൽ ഇന്ന് നല്ല നിലയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. എന്നാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളതിലൊന്നും നിർബന്ധമില്ലെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നും വരാറുള്ള ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരനാണ് അഷ്റഫ്. ഇതര ഭാഷകളിലുള്ള പ്രചാരണം നാട്ടിലും സോഷ്യൽ മീഡിയയിലും ഹിറ്റായി. അറബിയിലുള്ള ചുവരെഴുത്ത് ചിത്രം മാത്രമെടുത്തുള്ള തർക്കവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ന്യൂസ് 18 പട്ടാമ്പി. തെരഞ്ഞെടുപ്പ് ചെലവ് സുതാര്യമാക്കാൻ ഓൺലൈൻ വഴി ഫണ്ട് കണ്ടെത്താനൊരുങ്ങുകയാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ബഹുജന പങ്കാളിത്തത്തോടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ക്രൌഡ് ഫണ്ടിംഗ് സാധ്യത തേടുന്നത്. ചെലവ് സുതാര്യമാക്കുക, പൊതുജനങ്ങളിൽ നിന്ന് കൂടുതൽ ഫണ്ട് കണ്ടെത്തുക തുടങ്ങിയവയാണ് ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. അക്കൗണ്ടബിലിറ്റിയും അതുപോലെ ട്രാൻസ്പെറൻസിയും പൂർണ്ണമായും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്, സുതാര്യതയും പ്രതിബദ്ധതയും ജനങ്ങളുടെ നിന്നുള്ള പ്രതിബദ്ധതയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൌഡ് ഫണ്ടിങ്ങിന് രൂപം കൊടുത്തിട്ടുള്ളത്. SBI മുഖേന ഏർപ്പെടുത്തിയ സംവിധാനം RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് ഉദ്ഘാടനം ചെയ്തു. ചെക്ക്, ക്യാഷ്, ഇന്റർനെറ്റ് ട്രാൻസ്ഫർ, കാർഡ് എന്നീ 4 സംവിധാനങ്ങളിലൂടെ ക്രൌഡ് ഫണ്ടിങ്ങിൽ പങ്കാളികളാകാം. കേരളത്തിൽ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ ക്രൌഡ് ഫണ്ടിംഗ് ഏർപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സംവിധാനം ഉപയോഗപ്പെടുത്തുക. ന്യൂസ് 18 കൊല്ലം. നടി സുമലത മാണ്ഡ്യ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്വതന്ത്രയായിട്ടായിരിക്കും സുമലത അംഗത്തിനിറങ്ങുക. കോൺഗ്രസ് നേതാവ് MS അംബരീഷിന്റെ വിധവയാണവർ. മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ മകൻ നിഖിലാണ് കോൺഗ്രസ് JDS സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ ആഴ്ചകൾ നീണ്ട പര്യടനത്തിനൊടുവിലാണ് നടി സുമലത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. മാണ്ഡ്യയിൽ നിന്ന് സ്വതന്ത്രയായി മത്സരിക്കും. ജനങ്ങൾക്ക് അംബരീഷിൽ ವಿಶ್ವಾಸമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ಕಾഴ്ചപ്പാടുകൾ നടപ്പിലാക്കുമെന്നും ಸುಮಲತಾ ವ್ಯಕ್ತಮಾಕಿ. ಅಂಬರೀಷ್ ಅವರ ಅಭಿಮಾನಿಗಳು ಮಂಡ್ಯದ ಜನತನ್ನ ನೋಯಿಸಬಾರದು ಅನ್ನೋ ಒಂದು ಕಾರಣಕ್ಕಾಗಿ ನಾನು ಇವತ್ತು ನಿರ್ಧಾರ ತಗೋತಾ ಇದ್ದೀನಿ. ಸೊ ಅವರಿಗಾಗಿ ನಾನು ಇವತ್ತು ಈ ಬರೋ ಲೋಕಸಭೆ ಚುನಾವಣೆಯಿಂದ ಸ್ವತಂತ್ರ ಅಭ್ಯರ್ಥಿಯಾಗಿ ನಿಂತ್ಕೋಬೇಕು. മാണ്ഡ്യയിലെ ജനങ്ങളെ സേവിക്കുക അംബരീഷിന്റെ ഭാര്യ എന്ന നിലയിൽ തന്റെ ചുമതലയാണെന്നും സുമലത പറഞ്ഞു. കോൺഗ്രസിന് മാണ്ഡ്യ സീറ്റ് കിട്ടിയാൽ സ്ഥാനാർത്ഥിയാകാനായിരുന്നു സുമലതയുടെ ആദ്യ പദ്ധതി. എന്നാൽ സീറ്റ് JDSനായതോടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തത്. കോൺഗ്രസ് JDS സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ മകൻ നിഖിൽ മണ്ഡലത്തിൽ കന്നി അംഗത്തിനിറങ്ങുന്നു. കർണാടകയിലെ ശ്രദ്ധേയ പോരാട്ടമായി ഇതിനകം തന്നെ മാണ്ഡ്യ മാറിക്കഴിഞ്ഞു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18.